നമസ്കാരം. സംസ്ഥാന BJPയുടെ പ്രസിഡന്റായി രാജീവ് ചന്ദ്രശേഖരൻ നിയമിതനായിട്ട് അധിക നാളുകളൊന്നുമായിട്ടില്ല. വളരെ കുറച്ച് യോഗങ്ങൾ മാത്രമേ നടത്തിയിട്ടുള്ളൂ. അതിനിടയിൽ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായി രാജീവ് ചന്ദ്രശേഖർ മാറിക്കഴിഞ്ഞു. രാജീവ് ചന്ദ്രശേഖർക്ക് സാധാരണ മനുഷ്യരുടെ പൾസ് അറിയില്ല, അദ്ദേഹത്തിന് മലയാളം അറിയില്ല എന്നൊക്കെ പറഞ്ഞവർ പതിയെ പതിയെ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ട് BJP കേന്ദ്ര നേതൃത്വത്തിന് എന്തോ പദ്ധതിയുണ്ട് എന്ന് ചർച്ചയാക്കുന്ന തരത്തിലേക്ക് സാഹചര്യങ്ങൾ മാറി. പരസ്പരം കലഹിച്ച് പോരടിച്ച് നിന്നിരുന്ന BJPയിലെ ഗ്രൂപ്പ് നേതാക്കൾ മോദിയുടെയും അമിത്ഷായുടെയും പദ്ധതിയാണെന്ന് കണ്ട് പതിയെ പത്തിമടക്കി. BJPയുടെ പുനഃസംഘടന അടക്കമുള്ള നടപടിക്രമങ്ങൾ ഏപ്രിൽ 15 മുമ്പ് പൂർത്തിയാക്കാൻ തീരുമാനമെടുത്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന ജില്ലാ ഭാരവാഹികളടക്കം BJPയിൽ അടിമുടി പുനഃസംഘടനയ്ക്ക് കളമൊരുങ്ങുകയാണ്. നിലവിലുള്ള ഗ്രൂപ്പുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കാനോ അല്ലെങ്കിൽ സ്വന്തമായി ഗ്രൂപ്പ് ഉണ്ടാക്കാനോ ശ്രമിക്കാതെ കഴിവുള്ളവർ, ഇവർ ഏതെങ്കിലും ഗ്രൂപ്പിലുള്ളവരാണെങ്കിലും ഏതെങ്കിലും ഗ്രൂപ്പിൻ്റെ പകവീട്ടലിന് ഇരയായി ഒതുക്കപ്പെട്ടവരാണെങ്കിലും കഴിവുള്ളവരെ കണ്ടെത്തി ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്ന രീതിയാണ് രാജീവ് ചന്ദ്രശേഖർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരെ നിയമിക്കാനുള്ള പദ്ധതിയിൽ പോലും ഗ്രൂപ്പ് വേണ്ട, കഴിവ് മാത്രം മതി മാനദണ്ഡം എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഈ ചെറിയ കാലയളവിനുള്ളിൽ രാജീവ് ചന്ദ്രശേഖർ 3 കാര്യങ്ങളിൽ നേട്ടം കൊയ്തിട്ടുണ്ട്. ഒന്ന്, പുതിയ തലമുറയെ കൂടി ആകർഷിക്കുന്ന തരത്തിൽ പരമ്പരാഗത രാഷ്ട്രീയക്കാരനല്ല, എടുത്തുചാടി അഭിപ്രായം പറയുന്ന അപക്വതയുള്ള ആളല്ല, സംഘപരിവാറുകളുടെ അതേ അച്ചിൽ വാർത്തെടുത്ത അല്പം വർഗീയതയൊക്കെ പറയുന്ന കൂട്ടത്തിലുള്ളവരല്ല, നേരെ മറിച്ച് പ്രൊഫഷണലായി ആളുകളെ കാണുന്ന, എല്ലാവരെയും അംഗീകരിക്കുന്ന, ഏത് പ്രതിസന്ധിയെയും സംയമനത്തോടെ സമീപിക്കുന്ന ഒരാളാണ് എന്ന ഒരു തോന്നലുണ്ടാവുകയും പൊതുസമൂഹത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രൊഫഷണലിസത്തിന് കയ്യടി കിട്ടുകയും ചെയ്തിരിക്കുന്നു. രണ്ടാമത്തേത്, മുനമ്പം വിഷയത്തിലുള്ള ഫലപ്രദമായ ഇടപെടൽ വിജയകരമായി എത്തിച്ച് മതേതര മുഖം സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു. വാസ്തവത്തിൽ മുനമ്പത്ത് നടന്ന ഇടപെടലിന് രാജീവ് ചന്ദ്രശേഖർ എന്ന ദേശീയ നേതാവ് പ്രധാന പങ്കാണ് കഴിഞ്ഞ കുറേ കാലമായി വഹിച്ചത്. ഷോൺ ജോർജ് മുനമ്പം വിഷയം പൊതുസമൂഹത്തിന് മുൻപിൽ എത്തിക്കുമ്പോൾ അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തത് അമിത്ഷായെയും നിയമമന്ത്രി കിരൺ റിജിജുവിനെയും ഒക്കെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയത് രാജീവ് ചന്ദ്രശേഖരന്റെ സഹായത്തോടെയാണ്. അങ്ങനെ കേവലം ഹിന്ദുക്കളുടെ പാർട്ടി മാത്രമല്ല, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെയൊക്കെ ഉൾപ്പെടുന്ന ഒരു മതേതര മുഖമാണ് ഈ പാർട്ടിക്ക് ഇവിടെ ഉള്ളത് എന്ന തോന്നലുണ്ടാക്കാൻ ഒരു പരിധി വരെ വിജയിച്ചിരിക്കുന്നു. മൂന്നാമത്തേത്, ഇതുവരെ നമ്മൾ കണ്ട രീതിയിൽ നിന്നും വ്യത്യസ്തമായി മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ നടക്കുന്ന നിയമ പോരാട്ടങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തിച്ചുകൊണ്ട് ഒരു അഴിമതി വിരുദ്ധ മുഖവും ഉണ്ടാക്കിയെടുത്തിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം പ്രഖ്യാപിച്ചത് രാജീവ് ചന്ദ്രശേഖരന് നേട്ടമായി മാറുന്നു. ഒരു വശത്ത് അഴിമതി വിരുദ്ധ മുഖം, മറുവശത്ത് മതേതര പ്രതിച്ഛായ, ഒപ്പം പ്രൊഫഷണലിസം എന്ന ഒരു മൈലേജ്. ഈ 3ഉം ഒരുമിച്ച് ചേർത്ത് രാജീവ് ചന്ദ്രശേഖർ ആദ്യ ആഴ്ചകൾ വിജയകരമായി പിന്നിട്ടിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സംസ്ഥാന ജില്ലാ ഭാരവാഹികളെ നിയോഗിക്കുന്ന പ്രക്രിയയാണ്. സമ്പൂർണ്ണമായും ഗ്രൂപ്പിന് അതീതമായി എല്ലാവരുടെയും ഭാഗം കേട്ടിട്ട് ജനപ്രിയരെ തെരഞ്ഞെടുക്കാനുള്ള രീതി ആരംഭിച്ചിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വക്താക്കളുടെ നിയമനമാവും. ചാനൽ ചർച്ചകളിൽ BJP ഉയർത്തുന്ന വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് പറയാൻ കഴിയുന്ന, BJPയെ പ്രതിരോധിക്കാൻ കഴിയുന്ന, മറുഭാഗത്തുള്ളവർ പറയുന്ന വിഷയങ്ങൾക്ക് തക്കതായ മറുപടി കൊടുക്കാൻ കഴിയുന്ന ചെറുപ്പക്കാരെ തെരഞ്ഞെടുത്ത് ചാനൽ ചർച്ചകൾക്ക് വിടാനുള്ള നടപടിക്രമം ആരംഭിച്ചു കഴിഞ്ഞു. സുരേന്ദ്രന്റെ കാലത്ത് സുവർണപ്രസാദ് എന്ന പേരുള്ള ഒരു ചെവിതീനിയായിരുന്നു ഇതൊക്കെ നിയോഗിച്ചിരുന്നത്. ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ചാനലിൽ പോയി ഷൈൻ ചെയ്തു എന്ന് കണ്ടാൽ അവരെ മാറ്റി നിർത്തുന്നത് സുവർണപ്രസാദിന്റെ രീതിയായിരുന്നു. എന്നാൽ ഏറ്റവും ഫലപ്രദമായി വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് ആരാണോ അവരെ ചാനൽ ചർച്ചകളിൽ അണിനിരത്തിയാൽ മതി എന്ന നിഗമനത്തിലെത്തി. വഖഫ് പോലുള്ള വിഷയങ്ങളിലെ ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഏറ്റവും ആദ്യം പരിഗണിക്കുക ഷോണിനെ തന്നെയാവും. ഏത് വിഷയത്തിലും BJPയെ പ്രതിരോധിക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഐറ്റമാണ് സന്ദീപ് വചസ്പതിയെയും യുവരാജ് ഗോകുലിനെയും പോലുള്ളവർ എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചാനൽ ചർച്ചകളിൽ തിളങ്ങി നിൽക്കുന്നവരെ, ഫലപ്രദമായി കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നവരെ വക്താക്കളായി നിലനിർത്തുകയാണ് ഒരു മാനദണ്ഡം. ആ മേഖലയിലേക്ക് അനൂപ് ആന്റണി ജോസഫിനെ പോലുള്ളവരെയും കൊണ്ടുവരും. എന്ന് മാത്രമല്ല, അനൂപ് ആന്റണി ജോസഫ് എന്ന് പറയുന്ന ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ചെങ്ങന്നൂരുകാരനായ മിടുക്കനായ യുവ നേതാവിനെ സജീവമായി കേരള രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇവിടുത്തെ സോഷ്യൽ മീഡിയ പ്രഭാരിയായി അനൂപ് ആന്റണി ജോസഫിനെ നിയോഗിച്ചു. അനൂപിൻ്റെ കീഴിലായിരിക്കും സോഷ്യൽ മീഡിയ പ്രവർത്തനം ഇനി ഒരുമിപ്പിക്കുക. അങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൃത്യമായ സാന്നിധ്യം ഉറപ്പാക്കിക്കൊണ്ടുള്ള ജൈത്രയാത്രയാണ് രാജീവ് ചന്ദ്രശേഖർ ലക്ഷ്യമിടുന്നത്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ലാക്കാക്കിക്കൊണ്ടുള്ള പ്രവർത്തനം ഇപ്പോൾ തന്നെ ആരംഭിച്ചു. അതിനു മുൻപ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുണ്ട്,
പഞ്ചായത്തുകളിൽ ഫലപ്രദമായി ഇടപെടാൻ നീക്കങ്ങൾ നടത്തുകയും വികസനോന്മുഖമായ അജണ്ട സെറ്റ് ചെയ്ത് പ്രാദേശികമായി പ്രവർത്തിക്കാൻ നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുന്നതിനൊപ്പമാണ് ഏതാണ്ട് 40ഓളം സീറ്റുകൾ കേന്ദ്രീകരിക്കാനും അതിൽ 20 സീറ്റിനെ ഫോക്കസ് ചെയ്ത് പ്രവർത്തിക്കാനും ഇപ്പോൾ തന്നെ നടപടി ആരംഭിക്കുന്നത്. അവസാന നിമിഷം വരെ കാത്തിരിക്കാതെ ഏറ്റവും കുറഞ്ഞത് വിജയസാധ്യതയുള്ള 20 സീറ്റിലെങ്കിലും സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി നിശ്ചയിച്ച് അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കാൻ തീരുമാനമായിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള എക്കാലത്തും അവഗണിക്കപ്പെടുന്ന നേതാക്കളോട് ഇഷ്ടമുള്ള സീറ്റ് ഏതാണെന്ന് ചോദിച്ച് ആ സീറ്റിൽ പ്രവർത്തിക്കാനാണ് ഉത്തരവ് കൊടുത്തിരിക്കുന്നത്. കായംകുളം സീറ്റായിരിക്കും ശോഭാ സുരേന്ദ്രൻ കേന്ദ്രീകരിക്കുക എന്ന റിപ്പോർട്ടുകളുണ്ട്. ശോഭയ്ക്ക് താല്പര്യമുള്ള സീറ്റിൽ ഇപ്പോൾ തന്നെ പ്രവർത്തിച്ചു തുടങ്ങിക്കോളാൻ അനുമതി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. BJPയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ സുരേന്ദ്രനോട് മഞ്ചേശ്വരത്ത് പോയി പ്രവർത്തനം ആരംഭിക്കാനും അവിടെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവിടെ വിജയിപ്പിച്ചെടുക്കാനുമാണ് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഡൽഹിയിൽ നിന്ന് കിട്ടിയ നിർദ്ദേശപ്രകാരം തിരുവല്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും എന്നാൽ അവസാന നിമിഷം അമ്പലപ്പുഴയിലേക്ക് ആരുടെയോ പക വീട്ടുന്നതിന് വേണ്ടി മാറ്റപ്പെടുകയും ചെയ്ത അനൂപ് ആന്റണി ജോസഫിനോടും തിരുവല്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഷോൺ ജോർജിന് പാല വേണോ ഈരാറ്റുപേട്ട വേണോ എന്ന് തെരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുന്നു. ഏതാണ്ട് 40ഓളം സീറ്റുകളിൽ ഇക്കുറി ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനാണ് നീക്കം. ഈ 40 സീറ്റുകളിൽ മത്സരിക്കാൻ പറ്റിയ സ്ഥാനാർത്ഥികളില്ലാത്തതിനാൽ മറ്റു പാർട്ടികളിൽ നിന്നും വിശ്വാസ്യതയുള്ള ജയസാധ്യതയുള്ള നേതാക്കളെ കൊണ്ടുവരാനും അവരെ സ്ഥാനാർത്ഥികളാക്കാനും ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള വിഷയങ്ങളിൽ നേരത്തെ തന്നെ തീരുമാനമെടുത്ത് BJPയെ വിജയത്തിലേക്ക് നയിക്കും എന്ന ദൃഢപ്രതിജ്ഞയിൽ രാജീവ് ചന്ദ്രശേഖർ മുമ്പോട്ട് പോകുന്നു. വഖഫ് മുഖ്യമന്ത്രിയുടെ മകളുടെ അഴിമതി കേസും BJPയെ സഹായിക്കും എന്ന് തന്നെയാണ് അവരുടെ കണക്കുകൂട്ടൽ.